നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സുകന്യയുടെ അടുത്ത് എന്നിട്ട് ധർമ്മം ചോദിച്ചു, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ബാലേണ്ണനെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ബാലേണ്ണനെ കുറിച്ച് പറഞ്ഞപ്പോ ധർമ്മേണ്ണ അങ്ങോട്ട് സഹിച്ചില്ലാന്ന് തോന്നല്ലോ. അയാള് ധർമ്മേണ്ണന് വേണ്ടിട്ട് എന്താ ചെയ്തേ? അത്രയും കാലം ആ കടയിൽ നിന്നല്ലേ. എന്നിട്ട് നിഷ്കരണം ധർമ്മേണ്ണനെ അവിടുന്ന് വലിച്ചെറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, വലിച്ചെറിഞ്ഞൊന്നുമല്ല, ഞാൻ ഇറങ്ങിപ്പോന്നല്ലേ. ഇനിയിപ്പൊ അത് പറഞ്ഞാ മതിയല്ലോ. അല്ല, ധർമ്മേണ്ണന് ഞാൻ എന്ത് ചെയ്താലും കുറ്റമല്ലേ? ധർമ്മേണ്ണ നല്ല കാര്യത്തിന് വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറയണേ എന്നൊക്കെ ഇങ്ങനെ സുകന്യം വിട്ടുകൊടുക്കാതെ ഇങ്ങനെ പറയാണ്. ധർമ്മന് നല്ല സങ്കടവും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് ആര്യം കടയിലേക്ക് കയറി വരുന്നേ. മാമാന്നും വിളിച്ചോണ്ട്, അതെ അടുത്തയാള് വന്നിട്ടുണ്ട്, വഴക്കുണ്ടാക്കാനാന്ന് തോന്നേ. അങ്ങനെ അങ്ങോട്ട് ആര്യം കടയിലേക്ക് കയറി വരുമ്പത്തിന് സുകന്യ എന്നിട്ട് പറഞ്ഞു, എന്തിനാ ആര്യ നീ ഇങ്ങോട്ട് കയറി വന്നേ? ഓ, ഇനിയിപ്പം ദേ ബാലേട്ടന് പറഞ്ഞതിന്റെ ബാക്കി പറയാനായിട്ടായിരിക്കും നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നല്ലേ? ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അതെ സുന്നേച്ചി, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല. എന്റെ ആര്യ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു, ഇവിടെയെങ്കിലും സ്വസ്ഥത സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. ഇവിടെ വന്ന് ദൈവത്തെ എടുത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഈ കടയിൽ നിന്ന് ഉദ്ഘാടനം നടത്തിയതേ ഉള്ളൂ. അത് കേട്ടതും ആര്യം നേരെ ധർമ്മന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, നീ നിൽക്കേണ്ട ഇവിടെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു, മാമ ഞാൻ മാമനെ കുറ്റപ്പെടുത്താനൊന്നും വന്നൊന്നും അല്ല. എന്റെ അച്ഛൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറയാനും വേണ്ടി വന്നതല്ല. എനിക്കറിയാം മാമന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ. മാമൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട കേട്ടോ. എനിക്ക് എന്റെ മാമനെ അറിയാലോ എന്ന് പറഞ്ഞു. ധർമ്മൻ ഒരു അമ്പരപ്പോട് കൂടിയിട്ട് ആര്യനെ നോക്കണം. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, മാമന്റെ കടയുടെ ഉദ്ഘാടനമായിരുന്നല്ലോ, ഈ കട നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് എന്റെ ആഗ്രഹം. മാമനൊരു കാര്യം ചെയ്യുക, എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തരാൻ പറഞ്ഞു. എടാ നിനക്കിപ്പോ ഞാൻ എന്താ എടുത്തണ്ടേ? എന്തെങ്കിലും ഒരു സാധനം എടുത്തന്നാ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ധർമ്മം പോയി കുറച്ച് ബിസ്ക്കറ്റ് പാക്ക് എടുക്കണം. സുകന്യ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അതെ അത്ര ഒന്നും കൊണ്ട കൊടുക്കണ്ട, ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മന് ബാക്കിയെല്ലാം വെച്ചിട്ട് ഒരെണ്ണമായിട്ട് ആരിന്റെ അടുത്തേക്ക് വന്നു. ആരിനത് കൊടുത്തു. ഐശ്വര്യമായിട്ട് ഇങ്ങ് തന്നേക്ക് മാമാന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോ ധർമ്മം ചോദിച്ചു, പൈസ ഇതെന്താ? മാമൻ ഈ പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. പൈസ വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. മാമന്റെ കടയിൽ വന്നിട്ടെ പൈസ തരാതെ സാധനം മേടിക്കാൻ പറ്റില്ല. പൈസ തന്നു കഴിയുമ്പോ എന്റെ മനസ്സുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആര്യ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അത് പറയണേ. ധർമ്മനത് മനസ്സിലാവുകയും ചെയ്തു. ധർമ്മം പറഞ്ഞു, എടാ മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും, എന്നാലും നിന്നോട് എങ്ങനെയാ പൈസ വാങ്ങുന്നേ? അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് ആന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നല്ലോ ആ പണം അങ്ങോട്ട് വാങ്ങി. ഇങ്ങ് തന്നേ കാര്യ, ഇത്രയൊക്കെ പറഞ്ഞല്ലേ ഈ ധർമ്മേന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി. സുകന്യയുടെ സ്വഭാവത്തിന് ഒരു മാറ്റമല്ല, കർണം നോക്കി ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നും. അപ്പോഴേക്കും ധർമ്മൻ ആരിനെ ചേർത്ത് പിടിച്ചു. എനിക്കറിയാടാ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, മാമൻ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് മാമനെ മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലോക് അങ്ങോട്ടേക്ക് വരുന്നേ. അലോക് വന്നിട്ട് എന്താടാ നിനക്കെന്താടാ ഇവിടെ കാര്യം? കൃഷ്ണമംഗലം കട നിനക്കെന്താ കാര്യം? അലോകെ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നല്ല, ഞാൻ മാമനെ കാണാൻ വേണ്ടി വന്നാ. എനിക്കറിയാം നീ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാന്ന്. നിന്നോട് ആരാടാ പറഞ്ഞു കടയിലേക്ക് കയറാനെന്നൊക്കെ പറഞ്ഞോണ്ട് അലോക് വന്നിട്ട് ആര്യനെ ഒരു ഒറ്റ അടിയായിരുന്നു. പെട്ടെന്ന് ആര്യനെ അങ്ങോട്ട് വീഴാൻ തുടങ്ങിയപ്പോഴത്തേന് ധർമ്മൻ ഇടയ്ക്കിലേക്ക് കയറി. എന്താടാ അലോക് നീ കാണിക്കണമെന്ന് ചോദിച്ചു. സുകന്യ അത് വന്ന് വീഡിയോ എടുക്കുകയും ചെയ്തു. നീ എന്ത് പരിപാടിയാ കാണിച്ചേ? ഇവനുണ്ടല്ലോ, ഇവന് എന്നെ കാണും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. എന്നിട്ട് ഇവൻ എന്റെ കടയിലേക്ക് കയറി വന്നിരിക്കുന്നു. കൃഷ്ണമംഗലംകാരുടെ കടയിലേക്ക് ഇറങ്ങി പോടാൻ മര്യാദയ്ക്ക് കടയിൽ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യൻ അലോകിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടാ ഇവിടെ ഇട്ട് നിന്നെ തല്ലാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല ഞാൻ തല്ലാത്തെ, ഇതെന്റെ മാമന്റെ കടയായിപ്പോയി, അതുകൊണ്ട് മാത്രം. പിന്നെ ഉദ്ഘാടന ദിവസം കൂടെ ആയതുകൊണ്ട് നീ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞു. കാരണം ആര്യന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആര്യൻ മനഃപൂർവ്വം നിയന്ത്രിക്കുവരെ. കാരണം ആ കടയെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ധർമ്മനും ദോഷം ചെയ്യുന്നതാണല്ലോ. താൻ കാരണം ധർമ്മന് ഒരു ദോഷം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് പിന്നീട് ആര്യം ചെന്നിട്ട് ധർമ്മനോട് പറഞ്ഞു, എങ്കിൽ ശരി മാമ ഞാൻ പോയേക്കുവാന്ന് പറഞ്ഞോണ്ട്, എടാ മോനെ മാമൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ആര്യനെ അങ്ങോട്ട് ഇറങ്ങി. ധർമ്മന് ഭയങ്കര സങ്കടമായി. ധർമ്മൻ ചെന്നിട്ട് അലോനോട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? നീ എന്തിനാ അവനെ തല്ലിയത്? അവനെ തല്ലുകയല്ല, കൊല്ലുക തന്നെ ചെയ്യും. ഞാനാ അനുശ്രീയോടൊന്നും മിണ്ടാൻ പോയി കഴിഞ്ഞപ്പോ അവൻ എന്തായിരുന്നു എന്റെ നേരെ കടിക്കാൻ വന്നത്. അപ്പൊ അവന്റെ ഞാൻ തീർക്കും, എന്റെ കൈ കൊണ്ടായിരിക്കും അവന്റെ മരണം എന്നും പറഞ്ഞോണ്ട് അലോക് കയറിപ്പോയി. ധർമ്മന് വല്ലാത്തൊരു സങ്കടമായി. കുറച്ച് കഴിഞ്ഞ് മിത്ര പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ.
മിത്ര എടുത്ത് നോക്കി, ഇത് സുകന്യേച്ചിയുടെ മെസ്സേജ് ആണല്ലോ. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ആരിനെ അലോക് അടിക്കുന്ന ആ രംഗങ്ങളൊക്കെ കണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മിത്ര സുകന്യെ വിളിക്കുകയാണ്. സുകന്യേച്ചി, ഇത് ഞാനാ. എന്താ മിത്രേ? അല്ല, ആരിനെ എന്തിനാ അലോക് അടിച്ചേ? ഓ അതോ, കടയിൽ വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിക്കുക തന്നെ ചെയ്യും. ധർമ്മേട്ടൻ അവിടെ വന്നു കഴിഞ്ഞപ്പോ ധർമ്മേട്ടനെ ആട്ടി ഇറക്കിയില്ലേ, അതിന്റെയൊക്കെ പ്രതികാരം വന്ന് എന്നെ കൂട്ടിക്കോ. നിന്റെ ഭർത്താവിന് നീ ഒരു കാര്യം ചെയ്യ, നല്ല ആട്ടി സൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്ക്, ചുരുട്ടി കൂട്ടി പൊടിയാക്കി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ നീയൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ? അവനൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റിയില്ല. ഇനി കടയിലേക്ക് വന്ന് ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, ഇതിന്റെ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞു. മാന്യമര്യാദയ്ക്ക് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൻ വെല്ലുവിളിയായിട്ട് വന്നിരുന്നായിരുന്നു. ആരിന് അതിനുള്ള കൂലി കൊടുത്തു വിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സഹിച്ചില്ല മിത്രയ്ക്ക്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് മിത്ര സിറ്റൗട്ടിലേക്ക് വന്നിങ്ങനെ കാത്തു നിൽക്കണം, അലോകിനെ ഒന്ന് കാണണം. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനുമാണ് അലോക് അങ്ങോട്ടേക്ക് വരുന്നേ. പെട്ടെന്ന് അലോക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മിത്ര അങ്ങോട്ട് ചെന്നു. അലോക് അവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. എന്താ? മിത്ര അങ്ങോട്ട് ചെന്ന് അവന്റെ കോളറിന് കയറി കുത്തിപ്പിടിച്ചു. നീ എന്തിനാടാ എന്റെ ആരിനെ തല്ലിയെന്ന് ചോദിച്ചു. ആരിനെ തല്ലിയെന്നോ? സത്യം പറയടാ, നിന്നോട് ആരാ എന്റെ ആരിനെ തല്ലാൻ പറഞ്ഞ? അതും പറഞ്ഞോണ്ട് മിത്ര കിടന്ന് അലറുവാണ്. ആ ഒച്ച കേട്ടോണ്ട് ഗോമതി ഇറങ്ങി ഓടി വന്നു. ഇതെന്ത് കൂത്ത്? അപ്പോഴേക്കും രാജശ്രീയും കൃഷ്ണമംഗലത്തും മുറ്റത്തേക്ക് വന്നു. അമ്മയെന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോ ഇന്ദിരാമ്മയും കൂടെ ഇറങ്ങി വരുവാണ്. എന്താ എന്താ കാര്യം ചോദിച്ചിട്ട് അവര് വന്നു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, സത്യം പറയടാ, നീ എന്തിനാ എന്റെ ആരിനെ തല്ലിയത്? ഗോമതി ചോദിച്ചു, തല്ലുവോ? ഇവൻ എന്റെ ആരിനെ തല്ലി, അതും കടയിൽ വെച്ചോ. അപ്പോഴേക്കും അലോക് വെച്ച്, എന്താ തെളിവിരിക്കുന്നത്? തല്ലി എന്നുള്ളതിന്റെ? എടാ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം, അതാ നിനക്ക് നല്ലത്. നീ തല്ലിയത് എന്തിനാന്ന് പറഞ്ഞോണം. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്റെ ആരിനെ നീ തല്ലിയോ? നിനക്ക് എങ്ങനെ തോന്നിയിടാം? അപ്പോഴേക്കും അവൻ പറഞ്ഞു, കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ തല്ലുക മാത്രമല്ല ചിലപ്പോ കൊല്ലൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, ആര്യം കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാനോ? അപ്പോഴേക്കാണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നേ. ആര്യം ബൈക്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ കാഴ്ച കൊണ്ടുകൊണ്ട്. മിത്ര പറഞ്ഞു, എന്റെ ആരിന് ഒരിക്കലും അങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല. ആരും കടയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അത് പക്ഷെ ധർമ്മം മാമന്റെ കട ഉദ്ഘാടനത്തിന് വന്നതാ, അല്ലാതെ മാമനെ കണ്ട് സംസാരിക്കാനല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനല്ല. അത് കേട്ടതും രാജശ്രീ പറഞ്ഞു, അല്ല അവരെന്തിനാ കടയിലേക്ക് പോയത്? അതിന്റെ കാര്യം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു. അലോക് പറഞ്ഞു, ഞങ്ങളുടെ കടയിലേക്ക് അവൻ വന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പോ തല്ലിന്നിരിക്കും. ഗോമതി പറഞ്ഞു, നീ തല്ലുവോടാ? അങ്ങനെയാണെങ്കിലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല. കാരണം നീ ഈ വീട്ടിൽ വന്ന് കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾക്കൊക്കെ നിന്നെ തല്ലുവല്ല, അങ്ങനെയാണ് കൊല്ലുമായിരുന്നു ചെയ്യണ്ടേ. ഇപ്പോഴും നീ വീട്ടിലിരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടല്ലോ. എന്റെ അനുമോള് കാരണം അല്ലായിരുന്നെങ്കിൽ നീ ജയിലിലിരുന്ന് ചപ്പാത്തി തിന്നേണ്ട വന്നേനം. എന്നിട്ടാണ് നീ അഹങ്കാരം കാണിക്കുന്നത്. പക്ഷെ ഒരിക്കൽ കൂടി നീ ആന്റെ നേരെ കൈ ഓങ്ങിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനൊന്നും ആയിരിക്കില്ല പ്രതികരിക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് ആരിനൊന്നും മിണ്ടാതെ ബൈക്ക് ഇരിക്കുമ്പോഴത്തേനും മിത്ര പാഞ്ഞം കൂടി ഇന്നു. ഇങ്ങോട്ട് ഇറങ്ങ ആര്യാന്ന് പറഞ്ഞു. എന്താ മിത്ര? ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കയ്യെ പിടിച്ചു വലിച്ചു. എന്നിട്ട് അലോകിന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തി. എടാ, ഇതേ ആര്യം നിൽക്കുന്നതിന്റെ കൺമുന്നില് ചോണയുണ്ടാ, നീ തല്ലടാന്ന് പറഞ്ഞു. അലോകൊന്നും മിണ്ടാ നിൽക്കുകയാണ്. നിന്നോടാ പറഞ്ഞത്. എന്താടാ നിനക്ക് കൈ പൊങ്ങുന്നില്ലെന്ന് ചോദിച്ചു. ആ സമയത്ത് രാജശ്രീ പറഞ്ഞു, നീ എന്തൊക്കെയാ മിത്രായി കാണിക്കണേ? ദേ, അലോക്ക് കടയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിലും ഈ പറയുന്ന ധർമ്മനെ നിങ്ങളൊക്കെ കൂടിയിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ, ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ആര് പറഞ്ഞത്? മാമനുമായിട്ട് ഞാൻ ചെറിയച്ഛനുമായിട്ട് ബന്ധമില്ലെന്നുള്ള കാര്യം. ഇവരിപ്പോഴും കൂട്ടുകാരെ പോലെയാ. ആരിനാണെങ്കിലും ആനന്ദേട്ടനാണെങ്കിലും എല്ലാരും മാമനുമായിട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ലാന്ന് പറഞ്ഞു. അപ്പൊ മാമന് നല്ലൊരു കാര്യം വരുമ്പോ മാമനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരിക്കുക. അല്ലാതെ ഇതേ ചെറിയമ്മ പറയുന്നതൊന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു മിത്ര ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ഇന്ദിരാമ്മ ചോദിച്ചു, എടാ നീ അവനെ അടിച്ചോന്ന് ചോദിച്ചു. ആരിനൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്താടാ നീ മിണ്ടാ നിൽക്കുന്നെ? അടിക്കടാ, ഇത് ആരും നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോഴേക്കും മിത്രയോട് ആര്യം പറഞ്ഞു, മിത്ര നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കുമല്ല. ആ സമയത്ത് ആരിനോട് ആലോചിച്ചു, നിനക്ക് നാണമില്ലേടാ വന്ന് പരാതി പറഞ്ഞിട്ട് ഭാര്യയെ മുൻനിർത്തി കളിക്കാനായിട്ട്? നാണം ഉണ്ടാടാന്ന് ചോദിച്ചു. പറഞ്ഞു തീരുവല്ലോ. ഒറ്റ അടിയായിരുന്നു മിത്ര അവന്റെ കണ്ണം തീർത്ത്. എന്താടാ നീ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് മിത്രയുടെ കയ്യിലേക്ക് കയറി പിടിച്ചു. ആന്നെ, ഇങ്ങോട്ട് വന്നേ മിത്ര. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ ആന്റെ ദേഹത്ത് കൈവച്ചാൽ ചോദിക്കാൻ ആരുമില്ലെന്നോ? എടാ, ആരിനെ കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. മിത്ര ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തി ബലമായിട്ട് മിത്ര അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞ്, കണ്ടില്ലേടാ, ഇതേ ഇനി എങ്ങാനും നിന്റെ കൈ പൊങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അറിയാലോ. പിന്നെ നീ ജീവനോടെ ഭൂമിക്ക് മീതെ കാണത്തില്ല എന്നും പറഞ്ഞോണ്ട്
ഗോമതിയും കൂടെ പോയി. അപ്പോഴേക്ക് ഇന്ദിരാമ്മ പറഞ്ഞു, കിട്ടിയില്ലോ നിനക്ക്? ഹ്, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാനുള്ളതിന്. എടാ, എന്നെ കൊണ്ട് കൂടായിരുന്നു പറയിപ്പിക്കായിരുന്നു പറഞ്ഞ് ഇന്ദിരാമ്മയും കയറിപ്പോയി. രാജശ്രീ അലോകിനോട് പറഞ്ഞു, എടാ നിനക്ക് നോക്കിയും കണ്ടും ഒക്കെ പെരുമാറാൻ മേലായിരുന്നോ? നീ എന്തിനാ കടയിലിട്ട് അവനെ തല്ലാൻ പോയെന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോ അലോക് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് അകത്തേക്ക് കയറി വന്നിട്ട് മിത്രയോട് ആരും ചോദിച്ചു, നീ എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറാൻ പോയത്? പിന്നെ ആരിനെ തല്ലിയവനോട് ഞാൻ പൊറുക്കണോ ക്ഷമിക്കണോ? ഇതേ ഞാൻ ആരിന്റെ ഭാര്യ, ആ ഒരു ഓർമ്മ വേണം. മിത്ര അത് പോട്ടെ, നിസ്സാര കാര്യം, അതങ്ങനെ നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ആരിനെ അവൻ അടിച്ചപ്പോ ആരിനെ എന്തുകൊണ്ടാ നോക്കി നിന്നത്? ആരിനെ തിരിച്ച നാളിനിട്ട് കൊടുക്കാൻ മേലായിരുന്നോ? അല്ലെങ്കിൽ ആരിന്റെ രക്തം തിളച്ച് കയറുന്നാണല്ലോ. നിസ്സാര കാര്യത്തിന് കയറി ഇടപെടുന്ന ആരിനെന്താ മിണ്ടാതിരുന്നെന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, അതെ അതന്നെയാ, നീ എന്താടാ മിണ്ടാ നിന്നത്? നിനക്ക് കയറി പ്രതികരിക്കാൻ മേലായിരുന്നോ? അമ്മ അത് പോട്ടെ, എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, തല്ലിയിട്ടില്ലല്ലേ, എങ്കിൽ ഞാനൊരു കൂട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതെന്താന്ന് ചോദിച്ചു. അത് കണ്ടപ്പത്തേനും ആര്യം പറഞ്ഞു, ഓഹോ, അപ്പൊ സുകന്യേച്ചി എല്ലാത്തിനും കാരണമല്ലേ? അല്ലെങ്കിലും അവരെ എല്ലാത്തിനും കാരണം. ഞാൻ ആ കടയിലേക്ക് ഒരു ആശംസ പറയാൻ വേണ്ടി ചെന്നതാ. അങ്ങനെ ചെന്ന് എന്തേലും ഒരു സാധനം വാങ്ങിക്കണമല്ലോ എന്ന് കരുതിയിട്ട് മാമന്റെ കയ്യിൽ നിന്ന് ഒരു ബിസ്ക്കറ്റും വാങ്ങി. അത് വാങ്ങി അതിന്റെ പൈസ മാമൻ വാങ്ങില്ലായിരുന്നു, നിർബന്ധിച്ച് കൊടുക്കുകയും ചെയ്തു. തിരികെ പോരാൻ തുടങ്ങിയപ്പോ തന്നെയാണ് അലോക് വന്നത്. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അവന് ആശംസ പറയാൻ പോയിരിക്കുന്നു, നിനക്ക് നാണം ഉണ്ടോടാ? ദേ ബാലേട്ടനെ ഈ കുടുംബത്തെ ചതിച്ചവനാ. അമ്മ എന്ത് വർത്താനോ പറയണേ? ചതിച്ചെന്നോ മാമനോ? അപ്പൊ മാമനോട് നമ്മൾ ചെയ്ത് ചതിയോ? അതെന്താ മറന്നുപോയെന്ന് വെച്ചു. അമ്മയും അച്ഛനും ഒക്കെ ചെയ്ത് ചതി. അത് കേട്ടിഞ്ഞിപ്പോ ഗോമതി, എന്ത് ചതി ചെയ്തെന്ന്? ഒരു ചതിയും ചെയ്തിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും 25,000 രൂപയുടെ പേരില് മാമനെ സംശയിച്ചില്ലേ? പിന്നെ ഞാൻ സംശയിച്ചിട്ടൊന്നുമില്ല. അമ്മ കള്ളത്തരം പറയരുത്. 25,000 രൂപ നിനക്ക് വാച്ച് മേടിക്കാൻ എവിടുന്ന 25,000 രൂപ എന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മ എന്തുകൊണ്ടും മിണ്ടിയില്ല. അമ്മയ്ക്ക് പറയാൻ മേലായിരുന്നോ എന്റെ അനുജൻ അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്? അമ്മ നാഴികയ്ക്ക് 40 വട്ടം പറയൂലോ അമ്മയുടെ കൈ പിടിച്ചിട്ടാണ് ധർമ്മൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങള്. എന്റെ അനുജനായിരുന്നു. എന്നിട്ടാണോ അമ്മ അങ്ങനെ പെരുമാറിയത്? അമ്മ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അമ്മ പറയേണ്ട കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അതിനുള്ള പ്രതികാരമായിട്ടാണോ അവൻ കട തുടങ്ങിയെന്ന് ചോദിച്ചു. മാമനൊരു പ്രതികാരം ഇല്ലമ്മേ, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്ന. മാമന് പ്രതികാരം ഉണ്ടായിരുന്നെങ്കിൽ മാമൻ എന്നേ ചെയ്തേനും. പക്ഷെ മാമൻ അങ്ങനെയൊന്നും അല്ല. എനിക്ക് മാമനെ അറിയാം. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. അതെ, മാമന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് തുടങ്ങിയതല്ല. അത് ഈ നിൽക്കുന്ന ഇവളുടെ അച്ഛനും പിന്നെ ഇവളുടെ ചെറിയച്ഛനും കൂടി ചേർന്നിട്ടാണ് കളികളാണ്. അല്ലാതെ മാമൻ അതിനകത്ത് ഒരു പങ്കുമില്ല. മാമനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പാവം, അതെങ്ങനെയല്ലോ ആ കട നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ അവിടെ ചെന്നിട്ട് എന്താണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തിരിച്ചു പോന്നേന്ന്? തിരിച്ച് തല്ലു കൊടുക്കാൻ മേലായിരുന്നു എന്ന്. മാമന്റെ കടയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാമന്റെ കടയെ ബാധിക്കും. പാവം, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാ. മാമൻ ഇനി ഉയരങ്ങളിലേക്ക് എത്തണം, അതാണ് എന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാ ഞാൻ അനങ്ങാൻ നിന്ന. അല്ലാതെ എനിക്ക് അവനെ തല്ലാൻ അറിയത്തില്ലാഞ്ഞിട്ടോ ഒന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗോമതിയൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.